ഉറങ്ങാൻ പോകുമ്പോൾ മഹാനായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെ ഒരു നിർദ്ദേശത്തിൽ നമുക്ക് കാണുവാൻ സാധിക്കും. രാവിലെ നമ്മൾ എഴുന്നേറ്റ് പോന്ന ബെഡ്, ആ തലയണ, അതേപോലെ തന്നെ വിരിപ്പ്, ആ വിരിപ്പൊന്ന് കുടയണം. അതൊന്ന് കുടഞ്ഞുകൊണ്ട് വേണം നമ്മൾ വീണ്ടും അതിൽ ഉറങ്ങാൻ കിടക്കാൻ. ഹദീസിൽ വ്യക്തമായി കാണാം, നിങ്ങളിൽ ഒരാൾ തന്റെ വിരിപ്പിലേക്ക് ചെന്നാൽ ഫൽയൻഫുദ് ഫിറാശഹു, അവന്റെ ആ വിരിപ്പൊന്ന് തട്ടിക്കുടയട്ടെ, ബിദാഖിലത്തി ഇസാരിഹി, അവന്റെ ഉടുമുണ്ട് കൊണ്ടെങ്കിലും, അവന്റെ ഉൾവസ്ത്രം കൊണ്ടെങ്കിലും. വസ്ത്രം അവന്റെ ഇസാർ എന്ന് പറഞ്ഞാൽ അവൻ ഉടുക്കുന്ന അരയിലും ഉണ്ടാണല്ലോ. ഒന്നും കിട്ടിയില്ലെങ്കിൽ അതുകൊണ്ടെങ്കിലും, കൈകൊണ്ടാക്കരുത്. കാരണം എന്താണ്? എന്തെങ്കിലും വല്ല നജസുകളോ അതേപോലെയുള്ള ഇഴജന്തുക്കളോ ഏതെങ്കിലും ഉപദ്രവമാക്കുന്ന വസ്തുക്കളോ ഒക്കെ ഉണ്ടെങ്കിൽ കൈകൊണ്ട് നമ്മളിങ്ങനെ നേരെ ബെഡ് വൃത്തിയാക്കാനെന്നാൽ ശരിയാവൂലല്ലോ. അപ്പൊ ഏതെങ്കിലും വസ്ത്രത്തിന്റെ തലപ്പ് കൊണ്ടോ മറ്റു കാര്യങ്ങൾ കൊണ്ടോ ഒക്കെ എന്ത് ചെയ്യാ, നമ്മൾ അതൊന്ന് വൃത്തിയാക്കുക. ബിസ്മില്ല ചൊല്ലിയിട്ട് കിടക്കുന്ന ഇടം ഒന്ന് തട്ടിക്കുടയുക. എന്താ കാരണം പറഞ്ഞത്? ഫഇന്നഹു ലാ യദ്രി, അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറയാണ്, അവൻ അറിഞ്ഞുകൂടാ മാ ഖലഫഹു അലൈഹി ബഅദു, അവൻ എഴുന്നേറ്റ് പോന്നതിന്റെ ശേഷം പിന്നെ അതിൽ എന്തൊക്കെയാ കടന്നുകൂടിയത് എന്ന്. പലപ്പോഴും നമുക്ക് ഇതിങ്ങനെ 3 തവണ ചെയ്യണം എന്നിങ്ങനെ ചില റിപ്പോർട്ടുകളിൽ കാണുവാൻ സാധിക്കും. നമുക്കിത് പലപ്പോഴും മനസ്സിലാവില്ല. നമ്മൾ ലൈറ്റും അതേപോലെ തന്നെ സംവിധാനങ്ങളും ഒക്കെയുള്ള പ്രവാസ ലോകത്ത് പ്രത്യേകിച്ചും, പക്ഷേ പ്രവാസ ലോകത്താണെങ്കിലും എവിടെയാണെങ്കിലും നമ്മളൊന്ന് ശ്രദ്ധിക്കുന്നത് നല്ലതാണ്. നമ്മുടെയൊക്കെ നാടുകളിൽ പ്രത്യേകിച്ചും ഇഴജന്തുക്കളുടെ ശല്യം, പാമ്പ്, തേള്, അതേപോലെ തന്നെ പഴുതാര, കൂറ, അതുപോലെ മറ്റ് പല വിധത്തിലുള്ള ജന്തുജാലങ്ങള്, പ്രാണികള്, ഉപദ്രവകരമായ പല വസ്തുക്കള്, മാലിന്യങ്ങള്, വിഷജീവികള് ഒക്കെ ഉണ്ടാവാം. അപ്പൊ അതൊക്കെ നമ്മുടേതായ ബെഡിലുണ്ടാകാം. അപ്പൊ അതുകൊണ്ട് തന്നെ അതൊക്കെ ഒന്ന് തട്ടിക്കുടഞ്ഞു കിടന്നാൽ നോക്കൂ നിങ്ങൾ, എത്ര മനോഹരമാണ്, എത്ര പ്രാധാന്യമർഹിക്കുന്ന നിലക്കാണ് മുത്ത് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നത്. ഇതും ഒരു ശീലമാക്കുന്നത് നല്ലതാണ്. നമ്മളൊന്ന് കിടക്കാൻ പോകുമ്പോൾ ഇപ്പൊ എത്ര വീടുകളിൽ സംഭവിച്ചിട്ടുണ്ട്, എലി ഉണ്ടാകും, അല്ലെങ്കിൽ അരണയുണ്ടാകും, അല്ലെങ്കിൽ തേളുണ്ടാകും, പാമ്പുണ്ടാവാം, പഴുതാരയുണ്ടാകാം, പലതും ഉണ്ടാകാമല്ലോ. അതുകൊണ്ട് തന്നെ നമ്മൾ അത് ശ്രദ്ധിക്കുക. നേർക്കുനേരെ കൈ കൊണ്ട് നമ്മളാണ് ശരിയാക്കാൻ നിന്നാലോ, അതുകൊണ്ടാ ഏതെങ്കിലും ഒരു വസ്ത്രത്തിന്റെ തലപ്പ് കൊണ്ട് മറ്റു വസ്തുക്കള് എന്നൊക്കെ അത് വിശദീകരിക്കുന്നിടത്ത് പണ്ഡിതന്മാര് പറയാൻ കാരണം, കൈകൊണ്ട് നേരിട്ടായാൽ അപകടം അവന്റെ കൈക്ക് പറ്റൂലേ, അല്ലെങ്കിൽ വൃത്തികേട് വല്ലതും ആണെങ്കിൽ അത് അവന്റെ കൈക്ക് ആവില്ലേ. അപ്പൊ അതുകൊണ്ടൊക്കെ അത് ശ്രദ്ധിക്കുക. ഈ രൂപത്തിലുള്ള ഒരു മര്യാദയും ഉറങ്ങാൻ കിടക്കുന്ന വേളയിൽ നമ്മൾ ഉറക്കറയിലെത്തിയാൽ ശ്രദ്ധിക്കുന്നത് ഏറ്റവും ഗുണകരമാണ് എന്ന് മനസ്സിലാക്കുക. അള്ളാഹു അനുഗ്രഹിക്കുമാറാകട്ടെ.